ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഇതിൽ ഞാൻ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതൊരു ശനിയാഴ്ചയാണ് കേട്ടോ. മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ സ്കൂൾ പറഞ്ഞേക്കേണ്ട തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ സാവധാനം ഇരുന്നിട്ടൊരു കട്ടൻ ചായയൊക്കെ കുടിക്കുകയാണ്. കട്ടൻ ചായക്ക് കടിയായിട്ട് പൂരം വറുത്തതാണ്. ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ, ഉണ്ടാക്കിയതൊന്നുമല്ല. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിക്ക് വന്നതാണ്. അപ്പോൾ ഇന്ന് ചിക്കന് വറുത്തരച്ച കറിയും പത്തിരിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തുക്കണ്. അതിലേക്ക് ഒരു 3 ചെറിയുള്ളി, അതുപോലെ 1 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഈ ഒരു തേങ്ങ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞാൽ കറിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളർ ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഓഫാക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ആ ഒരു ചൂടിൽ കിടന്നിട്ട് ആ ഒരു പൊടി നമുക്ക് ആയി കിട്ടും. ഇനിയിപ്പോൾ ഇത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രം ഗ്യാസ്മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 വലിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു വലിയുള്ളി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. വലിയുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിരിക്കണേ. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ അതും ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊക്കെ ആയതിനു ശേഷം പിന്നെ അതിലേക്ക് ഞാൻ 2 തക്കാളിയും അതുപോലെ ഒരു 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിരിക്കണേ. ഇനിയിപ്പോൾ ഈ ഒരു തക്കാളിയും നല്ലോണം സോഫ്റ്റായിട്ട് വെന്ത് വരണം. തക്കാളിയും ഇതൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് വന്നിക്കണേ. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല, പിന്നെ കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, അതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ഈ ഒരു പൊടികളും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടിയുടെ ഒരു പച്ചമണം എന്തായാലും മാറിക്കിട്ടണം. പൊടികളൊക്കെ നല്ലോണം വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിക്കണേ. ഇതൊരു കിലോ ചിക്കൻ ഉണ്ടാവും. ഇനിയിപ്പോൾ ആ ചിക്കനും ആ ഒരു മസാലയും ഒക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ചിക്കനെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ചിക്കനിൽ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആ അരച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങൻ്റെ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ അതിൽ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ഈ ഒരു ചിക്കൻ വെന്ത് വരുന്നത് വരെ ആ കറി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കറിയൊക്കെ സെറ്റായി വന്നിക്കണ്. ആ ഒരു ടൈമിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് കറി നല്ല കട്ടി തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളിയും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിക്കണ്. ചെറിയുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും. അപ്പോൾ നമ്മൾ അടിപൊളി മലബാർ സ്പെഷ്യൽ ചിക്കൻ വറുത്തരച്ച കറി റെഡി ആയിക്കണേ. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണത് തന്നെയാണ്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും അടിപൊളിയാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ ബെഡ്റൂമിലുള്ള ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ആഴ്ചയിൽ എന്തായാലും ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യും. ഇനിയിപ്പോൾ കിച്ചണിൽ കോർണറിലുള്ള കുറച്ച് പ്ലാന്റ്സുകൾക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടേബിൾ മേക്ക് വെച്ച് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്നത്തെയും പോലെ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.